ക്രോസ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവർ, കർഷകർ, വിദ്യാർത്ഥികൾ, തൊഴിലന്വേഷിക്കുന്നവർ എന്നിവർക്ക് വേണ്ടിയുള്ള പൊതുവായ ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം. ബികോംകാരായിട്ടുള്ളവർക്ക് KSF-യിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ലഭിക്കും. കേരള PSC ഇതിനു വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബികോം കഴിഞ്ഞിട്ടുള്ളവർ അപേക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല, 36ലധികം വേക്കൻസികൾ ഈ മാസം PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന വിവിധ ജോലികളുണ്ട്. കേരള PSC-യിൽ നമ്മൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും PSC-യുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിവരങ്ങൾ നമ്മൾ നൽകിക്കൊണ്ട് വെബ്സൈറ്റിൽ നമുക്കൊരു യൂസർ ID-യും പാസ്വേഡും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഓരോ തവണ PSC അപേക്ഷ ക്ഷണിക്കുമ്പോഴും നമ്മൾ ഈ ലോഗിൻ ID-യിലൂടെ പ്രവേശിച്ച് വേണം അപേക്ഷ സമർപ്പിക്കുവാൻ. ഇത് ഒരു തവണ മാത്രം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതിയാവും. പിന്നീടുള്ള ഓരോ അപേക്ഷ വരുന്ന സമയത്തെല്ലാം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാവും. PSC-യുടെ എല്ലാ കാര്യങ്ങളും, നിയമന കാര്യങ്ങൾ വരെ നടക്കുന്നത് ഈ വെബ്സൈറ്റിലൂടെയാണ്. ഒരാൾക്ക് ഒരു തവണ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആധാർ വേണം, സർട്ടിഫിക്കറ്റ് വേണം. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായി അതിനുശേഷം PSC ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതിയാവും. നിരവധി കാര്യങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഏതൊരാൾക്കും 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും PSC-യുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. സമയാസമയങ്ങളിൽ PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അതനുസരിച്ച് ജോലിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ ഞാനീ പറഞ്ഞ KSF-യിൽ അസിസ്റ്റന്റ്, കേരള പോലീസിലേക്കുള്ള ഡ്രൈവർ വേക്കൻസി, അങ്ങനെ നിരവധി വേക്കൻസികൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജോലി ആഗ്രഹിക്കുന്നവർ, കേരള ഗവൺമെന്റിലേക്ക്, കേരള സർക്കാരിന്റെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് PSC-യുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ജോലിക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. നിരവധി ബാങ്കുകളിലേക്ക് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതും ഈ മാസം തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നവയാണ്. പെൻഷൻകാരെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. ഈ മാസത്തെ പെൻഷൻ ഡിസംബർ 23-ാം തീയതി തന്നെ ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് നൽകി തുടങ്ങി. വീടുകളിൽ എല്ലാവർക്കും ഉടൻ തന്നെ പെൻഷൻ ക്രിസ്മസിന് മുമ്പായി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. 62 ലക്ഷം പേർക്കാണ് ഇത്തവണ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. കുടിശ്ശിക പിന്നീട് നൽകും. ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ മുടങ്ങാതെ നൽകുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പുള്ള കുടിശ്ശിക പിന്നീട് നൽകും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പെൻഷൻകാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പായി വിധവാ പെൻഷൻ വാങ്ങിക്കുന്നവർ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതാണ്. എങ്കിൽ മാത്രമേ മാർച്ച് മാസം മുതൽ അവർക്ക് വിധവകൾക്ക് വിധവാ പെൻഷൻ ലഭിക്കുകയുള്ളൂ. കിസാൻ സമ്മാൻ പദ്ധതി, PM കിസാൻ സമ്മാൻ പദ്ധതിയിൽ 3 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ പുതിയതായി ചില കാര്യങ്ങൾ കൂടി ആ സൈറ്റിൽ ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കർഷകരുടെ ഒരു രജിസ്ട്രി ഉണ്ടാക്കുന്നുണ്ട്. കൃഷി വകുപ്പ് ഇതിനായി കതിർ എന്നൊരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ PM കിസാൻ സമ്മാൻ പദ്ധതിയിൽ തുക കിട്ടുന്നവർ രജിസ്റ്റർ ചെയ്തവരും രജിസ്റ്റർ പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എയിംസ് പോർട്ടൽ കൂടാതെ കതിർ ആപ്പിലും രജിസ്റ്റർ ചെയ്യണം. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ഥലം അതിൽ മാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് ലഭിക്കും. ഇനി ഈ കർഷക ഐഡന്റിറ്റി കാർഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ സർക്കാർ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് എയിംസ് പോർട്ടലിലും കതിർ ആപ്പിലും നിങ്ങളുടെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവരുടെ പുതിയ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകി വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട്. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പുതിയ ഐഡന്റിറ്റി കാർഡ് ലഭിക്കുകയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് PM കിസാന്റെ ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതിനായി, അതായത് മാർച്ച് മാസം മുതൽ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫെബ്രുവരിക്ക് മുമ്പായി ഈ വിവരങ്ങൾ ഫാർമർ രജിസ്ട്രിയിൽ
അപ്ഡേറ്റ് ചെയ്തിരിക്കണം, പുതുക്കിയിരിക്കണം. അതിനായി നിങ്ങൾക്ക് കൃഷിഭവനെയും അക്ഷയ കേന്ദ്രത്തെയും ഒക്കെ സമീപിക്കാവുന്നതാണ്. അവിടെ നിന്ന് അതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. പുതിയ കരമടച്ച രസീതും മറ്റുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിലോ കൃഷിഭവനിലോ എത്തിയാൽ മതിയാവും. ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ഫാർമർ രജിസ്ട്രി പൂർത്തീകരിക്കാനാണ് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ കതിർ ആപ്പിൽ ഇപ്പോൾ 25 ലക്ഷം പേർ ഏതാണ്ട് 25 ലക്ഷം പേർ മാത്രമേ ഇപ്പോൾ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അവരുടെ പൂർണ്ണ വിവരങ്ങൾ നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ കൂടി ഇതിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുവാനുള്ള ഒരു തീവ്ര ശ്രമമാണ് കൃഷി വകുപ്പ് നടത്താൻ പോകുന്നത്. PM കിസാൻ സമ്മാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും പുതുതായി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എയിംസ് പോർട്ടലിലും കതിർ ആപ്പിലും അവരുടെ വിവരങ്ങൾ പുതുക്കി നൽകണം. കർഷകരുടെ ഐഡന്റിറ്റി കാർഡ് കരസ്ഥമാക്കണം. അങ്ങനെ അല്ലാത്തവർക്ക് മാർച്ച് മാസത്തിന് ശേഷം PM കിസാൻ സമ്മാൻ പദ്ധതിയുടെ 2000 രൂപ ലഭിക്കുകയില്ല. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാട്ടർ അതോറിറ്റിയുടെ സൗജന്യം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആ സൗജന്യം ലഭിക്കുന്നവർ ജനുവരി 30 മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. പുതുതായിട്ട് ആനുകൂല്യം വേണമെന്നുള്ളവരും ഇതിന് അപേക്ഷ സമർപ്പിക്കണം. 15 കിലോലിറ്റർ വെള്ളം വരെ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണിത്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇതിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട ഈ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. മാത്രമല്ല പുതുതായിട്ട് ആവശ്യമുള്ളവർ അതിനുവേണ്ട അപേക്ഷയും നൽകണം. അതിന് അവസാന തീയതി ജനുവരി 31 അപേക്ഷ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായി സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് മാസം നടക്കാൻ പോവുകയാണ്. SSLC സർട്ടിഫിക്കറ്റ് അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള തെറ്റുകൾ തിരുത്തുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം അതിനു മുമ്പായി തിരുത്തുന്നതാണ്. ഇപ്പോൾ ധാരാളം വിദ്യാർത്ഥികൾക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റിലും ആധാറിലെയും വിവരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല. പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അച്ഛൻ്റെ അമ്മയുടെയും പേരിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ജനന തീയതിയുള്ള വ്യത്യാസം, അങ്ങനെ നിരവധി തെറ്റുകൾ ആധാറിലും ജനന സർട്ടിഫിക്കറ്റിലും കാണാറുണ്ട്. ആധാർ അതോറിറ്റി ഇപ്പോൾ ഇങ്ങനെ തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി കർശന മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിവതും വിദ്യാർത്ഥികൾ അവരുടെ ആധാറും ജനന സർട്ടിഫിക്കറ്റുമായിട്ട് ഒത്തുനോക്കുകയും അതിലെ തെറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ തിരുത്തുകയും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് 5 വയസ്സിന് ശേഷവും 15 വയസ്സിന് ശേഷവും ആധാർ പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുതുക്കണം. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി കാത്തിരിക്കാതെ, ഏതെങ്കിലും അപേക്ഷ സമർപ്പിക്കുന്ന സമയം വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ അവധിക്കാലങ്ങളിൽ ഇത് പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ രേഖകൾ കൃത്യമായി വെക്കുക. പിന്നീട് നിങ്ങൾക്ക് അതുമൂലമുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനും മറ്റു മത്സര പരീക്ഷകൾക്കും അവരുടെ ആധാറിലെ പോരായ്മകൾ കൊണ്ട് അപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. സമയത്ത് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഇക്കാര്യങ്ങൾ നോക്കുകയും നിങ്ങളുടെ രേഖകളിലുള്ള തെറ്റുകൾ തിരുത്തുകയും വേണം. വിദ്യാർത്ഥികൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. അവധിക്കാലങ്ങളിൽ ഇതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. മാതാപിതാക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. മക്കളുടെ രേഖകൾ സ്പെല്ലിങ്ങുകൾ ശരിയാണോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുകയും അവരുടെ രേഖകൾ കൃത്യമാക്കി വെക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കൾക്കുണ്ട്. ഇത്തരം പൊതുവായ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.